അങ്ങനെ വീണ്ടും യുദ്ധം ആരംഭിച്ചു. അങ്ങനെ കുവൈത്ത്, ബഹ്റൈൻ, അതുപോലെ ജോർദാൻ സ്ഥലങ്ങളിലൊക്കെ ഇറാൻ തിരിച്ചാക്രമണം നടത്തുകയാണ്. അപ്പോൾ ഇറാൻ്റെ പല ഭാഗത്തുനിന്നും ഇറാൻ്റെ പവർ പ്ലാന്റുകൾ അതുപോലെ പാലങ്ങളൊക്കെ ഇടിച്ച് നിരത്തി പപ്പടാക്കുന്നൊക്കെയാണ് നമ്മുടെ ട്രംപ് അണ്ണൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ യുദ്ധം അവസാനിക്കാനുള്ള ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. ആദ്യം ഗസ ഇസ്രായേൽ യുദ്ധമായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് മാറി ഇറാൻ യുദ്ധത്തിലേക്ക് വന്നു. ഇപ്പോൾ അത് നിർത്താൻ പറ്റുന്നില്ല. തുടങ്ങി കുടുങ്ങി എന്നൊക്കെ പറയുന്ന പോലെ നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ട്രംപ് അണ്ണൻ്റെ അദ്ദേഹത്തിൻ്റെ ഡിപ്ലോമസി, ഫോറിൻ ഡിപ്ലോമസിയെക്കുറിച്ച് കൂടി 2-3 കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും ഈ ഒരു അദ്ദേഹത്തിൻ്റെ പഴയ ടാക്ടിക്സ് വെച്ചിട്ട് തന്നെ യുദ്ധം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ ട്രംപിൻ്റെ പ്രത്യേകത, നമ്മൾ പാരമ്പര്യമായിട്ട് കൺവെൻഷനിൽ നമ്മൾ ഫോളോ ചെയ്യുന്നൊരു ഫോറിൻ ഡിപ്ലോമസി ഉണ്ട്. ആ ഡിപ്ലോമസിൽ നിന്നൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ട്രംപിനുള്ളത്. നമ്മൾ ഓവറോൾ അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ടൈമിലും ഫസ്റ്റ് ടൈമിലൊക്കെ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓവറോൾ പേഴ്സ്പെക്റ്റീവ് നോക്കിയാൽ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഡിപ്ലോമസിയിൽ ഒരുപാട് മാറ്റം കാണാൻ പറ്റും. പക്ഷെ അപ്പോഴും നമ്മൾ പരീക്ഷയ്ക്കെല്ലാം പഠിച്ചു പോയിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യം വരുന്ന മാതിരിയുള്ള ഒരു ചോദ്യമാണ് സത്യത്തിൽ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ വന്നത്. അതായത് ട്രംപിന് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എല്ലാ രാജ്യങ്ങളും ഉണ്ട്. അത് ചൈനയെ ട്രംപ് കൈകാര്യം ചെയ്യുന്നുണ്ട്, റഷ്യ കൈകാര്യം ചെയ്യുന്നുണ്ട്, മറ്റേ ഉക്രൈനിൻ്റെ സെലൻസ്കിയെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, UK-ത്തെ ഋഷി സുനക്കിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഋഷി സുനക്ക് അതിന് ശേഷം വന്ന ആൾക്കാരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അങ്ങനെ ലേബർ പാർട്ടിനെ ഏതാണ്ട് കൈകാര്യം ചെയ്യാം. എല്ലാവരും മൂപ്പര് എന്തെങ്കിലും മാനേജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്തിട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു രാജ്യമായിട്ടാണ് സത്യത്തിൽ ഇറാൻ മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ ഫോറിൻ ഡിപ്ലോമസി കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായ കാര്യം, ഇദ്ദേഹം ഫോറിൻ ഡിപ്ലോമസി അദ്ദേഹം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ മരുക്കൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ, അങ്കിള് അല്ലെങ്കിൽ ഭാര്യ, പിതാവ് ഇവരൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ വലിയ അമേരിക്ക പോലെയുള്ള ഏറ്റവും വലിയ ആണവായുധങ്ങൾ സ്റ്റോർ ചെയ്യുന്ന, കൈവശപ്പെടുത്തിയിരിക്കുന്ന ഒരു രാജ്യം ഡിപ്ലോമസിയെ വളരെ സെൻസിറ്റീവായിട്ട് കാണുന്ന പോലെ ഡിപ്ലോമസിയെ പോലും ഒട്ടും കാര്യബോധമില്ലാത്ത ആൾക്കാരൊക്കെയാണ് ഡിപ്ലോമസിക്ക് വേണ്ടി ഏൽപ്പിക്കുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൻ്റെ ചുമതലയൊക്കെയുള്ള ജമാൽ കുഷ്നർ അദ്ദേഹത്തിൻ്റെ മരുമകനാണ്. പിന്നെ അതുപോലെ സ്റ്റീവ് വിറ്റ്കോഫ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള മാർക്കോ റൂബിയോക്ക് പോലും കാര്യമായ റോളൊന്നും കാണുന്നില്ല. ഇദ്ദേഹം വളരെ പേഴ്സണലായിട്ടാണ് കാര്യങ്ങളൊക്കെ അദ്ദേഹം എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം തോറ്റുപോയി എന്ന് ഒരിക്കലും അദ്ദേഹത്തിന് തോന്നാൻ അദ്ദേഹം ഇടവരുത്തില്ല. മറ്റൊക്കെ ഒരു 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങളും 2 രാജ്യങ്ങൾ തമ്മിലുള്ള ടോക്കുകളൊക്കെ രാജ്യത്തിൻ്റെ ഇടപാടുകളായിട്ടാണ് കാണുക. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഇമോഷണലാണ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അംബിഷനൊക്കെ അദ്ദേഹത്തിന് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ പേഴ്സണൽ റിലേഷൻസിൽ വരുന്ന ആൾക്കാരൊക്കെ വെച്ച് ഈ ഫോറിൻ ഡിപ്ലോമസിയെ മാനേജ് ചെയ്യുന്നതിലൂടെയാണ് ഇപ്പോൾ UN പോലെയുള്ള വലിയ പാരമ്പര്യമുള്ള ബോഡി ഇവിടെ നമ്മുടെ ഈ യുദ്ധത്തിലുണ്ടോയെന്ന് തന്നെ കാണുന്നില്ല. നേരത്തെ ഇപ്പോൾ ഗസ ഇസ്രായേൽ യുദ്ധം നടക്കുന്ന സമയത്ത്, ഫലസ്തീൻ യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ അവിടെ നമ്മുടെ UN ചെറിയ റോളെങ്കിലും ഉണ്ട്. ഇവിടെ റോളേ കാണുന്നില്ല. വളരെ ഇമോഷണലായിട്ട് എടുത്ത് സ്വന്തം ആൾക്കാരെ വെച്ച് ഇത് മാനേജ് ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. പിന്നെ മറ്റൊന്ന് സ്ട്രൈക്ക് ഫസ്റ്റാണ്. അതായത് ഏതെങ്കിലും രാജ്യത്തെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യും, അവരെ ആക്രമിക്കും. അത് ചിലപ്പോൾ എക്കണോമിക് അറ്റാക്കായിരിക്കും, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അറ്റാക്കായിരിക്കും, അല്ലെങ്കിൽ മിലിറ്ററി അറ്റാക്കായിരിക്കും. ഇപ്പോൾ ഉദാഹരണം സെലൻസ്കിയൊക്കെ പിടിച്ചിരുത്തി അപമാനിച്ച് ഹ്യൂമിലേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്ത് വൈറ്റ് ഹൗസിൽ നിന്ന് പറഞ്ഞയച്ചത്. എന്നിട്ട് പിന്നീട് വൈറ്റ് ഹൗസിൽ നിന്ന് അദ്ദേഹം സെലൻസ്കി ഇറങ്ങിയ ശേഷം പിന്നീട് അദ്ദേഹത്തോട് മാപ്പപേക്ഷിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ പിന്നീട് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ജപ്പാൻ്റെ പ്രൈം മിനിസ്റ്ററോ പ്രധാനമന്ത്രിയോ പ്രസിഡൻ്റോ വന്ന സമയത്ത് നാഗസാക്കിൽ ഹിരോഷിമയിലൊക്കെ ബോംബിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടൊക്കെയാണ് അദ്ദേഹം അവസാനിപ്പിച്ചത്. മനസ്സിലായോ? ഡീൽ ഓർ നോ ഡീൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ആയുധം. അപ്പോൾ ഇവിടെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിലേക്ക് വന്നു. അദ്ദേഹം ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തപ്പോൾ ഇറാൻ അമേരിക്ക വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾ ആക്രമിക്കരുത്, ഞങ്ങൾ തിരിച്ചടിക്കരുത് എന്ന് പറഞ്ഞ് കാല് പിടിച്ച് അമേരിക്കൻ്റെ പിന്നാലെ ചെല്ലുമെന്നാണ് വിചാരിച്ചിരുന്നത്. സത്യമായിട്ടും ട്രംപ് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഈ യുദ്ധം തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇറാൻ അങ്ങനെയല്ല. എൻ്റർലി ഡിഫറെൻ്റ് ആയ സ്റ്റേറ്റാണ്, ഡിഫറെൻ്റ് ആയ സംസ്കാരമാണ്, സിവിലൈസേഷനാണ്. അവർ അമേരിക്കയുടെ എല്ലാ ബേസും ആക്രമിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ഇത്രയും രാജ്യങ്ങളെ ഒരേ സമയം ആക്രമിക്കാൻ ധൈര്യം കാണിച്ചൊരു രാജ്യം വേറെ ഉണ്ടാവില്ല. നമ്മുടെ ഓവറോൾ നമ്മൾ 2ാം ലോകമായതിനു ശേഷമുള്ള ആ കാലഘട്ടത്തിൽ തന്നെ ഒരേ സമയം 5 or 6 രാജ്യങ്ങൾ ഒരേപോലെ അറ്റാക്ക് ചെയ്യാൻ ധൈര്യം കാണിച്ചൊരു രാജ്യം ഉണ്ടാവില്ല. അമേരിക്ക ഒഴിവാക്കിയാൽ അമേരിക്ക ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. മറ്റു രാജ്യങ്ങളെ കാര്യം പറയണേ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു സവിശേഷമായൊരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹം സുഹൃത്തുക്കളെയും അതുപോലെ ശത്രുക്കളെയൊക്കെ ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുക.
ഇപ്പോൾ നമ്മളുണ്ട് കാര്യം കാണാൻ ചിലപ്പോൾ വളരെ സുഖിപ്പിച്ച് സംസാരിക്കും. ഇപ്പോൾ മോദിനൊക്കെ സുഖിപ്പിച്ച് നന്നായി പൊക്കിയടിച്ചിട്ടൊക്കെയാണ് പറയാം, അല്ലെങ്കിൽ ഉർദുഖാനൊക്കെ സുഖിപ്പിച്ച് പൊക്കിയടിച്ച് പറയുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതേസമയം ചിലപ്പോൾ എന്ത് ചെയ്യും, അതേ രീതിയിൽ തിരിച്ചടിക്കുകയും ചെയ്യും, വളരെ അപമാനിച്ച് വിടാനും കഴിയും. പിന്നെ കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ സോഷ്യൽ എന്നാണ്, സോഷ്യൽ മീഡിയയിലാണ്. സാധാരണ ഡിപ്ലോമസിയൊക്കെ സംസാരിക്കുന്നതൊക്കെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടപ്പോൾ മൻമോഹൻ സിംഗും അതുപോലെ ബരാക്ക് ഒബാമയൊക്കെ നടത്തിയിട്ടുള്ള ഇൻ്റർവ്യൂസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതൊക്കെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, വളരെ മെച്യൂർഡായിട്ടുള്ള ടോക്കുകളാണ്. ഇദ്ദേഹത്തിന് അതില്ല. ഇന്ന് പറയുന്ന പോലെ നാളെ പറയാം, നാളെ പറയുന്ന പോലെ മറ്റന്നാളെ പറയാം, ഒക്കെ ട്രൂത്ത് സോഷ്യൽ ഇങ്ങനെ അടിച്ചു വരും. ആൾക്കാരത് കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കും. അതാണ് അവിടെ നടക്കുന്നത്. പിന്നൊന്ന്, ഒട്ടും പേഷ്യൻസ് ഇല്ല. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുമല്ലോ, നമ്മൾ ഇന്ത്യൻ്റെ ഫോറിൻ ഡിപ്ലോമസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് റഷ്യനോടുള്ള അപ്രോച്ച് എങ്ങനെയാണ്, ഇറാനോടുള്ള അപ്രോച്ച് എങ്ങനെയാണ്, US-നോടുള്ള അപ്രോച്ച് എങ്ങനെയാണെന്ന് ഏതൊരു കുട്ടിക്കും പറയാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തുന്ന ഫോറിൻ റിലേഷനെ കുറിച്ച് ധാരണയുള്ള ഏതൊരാൾക്കും പറയാൻ പറ്റും. പക്ഷേ ട്രംപിനെ വെച്ച് നമുക്ക് അമേരിക്കനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ട്രംപ് അമേരിക്കൻ്റെ സ്റ്റാൻഡ് എന്നല്ല ട്രംപ് നടത്തുന്നത്. ട്രംപിനായിട്ടുള്ള സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു എനിമിയാണ് സത്യത്തിൽ ഇറാനായി എനിമിയായിട്ടാണ് ഇറാൻ വന്നത്. ഒരു ട്രൈയാങ്കിൾ എന്നൊക്കെ പറയുമല്ലോ, കരഞ്ഞ് കാല് പിടിക്കുന്ന അമ്മാവനായിട്ട് ഇറാൻ വരുമെന്നാണ് സത്യത്തിൽ ട്രംപ് വിചാരിച്ചിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നടന്നില്ല. അപ്പോൾ ഇനി എന്ത് എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ ഡിപ്ലോമസിയിലേക്ക് ചെറിയ മാറ്റം അവർ വരുത്താൻ നോക്കിയത്. ഇപ്പോൾ അമേരിക്കൻ്റെ അതുവരെ ഉണ്ടായിരുന്ന ജമാൽ കുഷ്നീർ അതുപോലെ വിറ്റ്കോഫ് ഒക്കെയാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് എന്ത് ചെയ്ത് ഇറാനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഖത്തർ അതുപോലെ പാകിസ്ഥാൻ പോലെയുള്ള മീഡിയേറ്റർ ഏൽപ്പിച്ചത്. പക്ഷേ ഈ മീഡിയേറ്റർ ആയി വരുമ്പോൾ തന്നെ ഇറാന് അറിയാം കൃത്യമായിട്ട് എങ്ങനെയാണ് ട്രംപിൻ്റെ സ്വഭാവം, ട്രംപിൻ്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, അവർ സ്വിറ്റ്സർലാൻഡിൽ നടന്ന മീറ്റിങ്ങിൽ രൂക്ഷമായിട്ടുള്ളൊരു പ്രതികരണം നടത്തിയപ്പോൾ തന്നെ ചർച്ച ചെയ്യാതെ അവർ ഇട്ടടിക്കുകയാണ്. അരകാച്ച് സംസാരിക്കാൻ പോലും നിന്നില്ല ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ. അപ്പോൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രാജ്യത്തെയാണ് അമേരിക്കയ്ക്ക് സത്യത്തിൽ എതിരാളിയായി കിട്ടിയത്. അപ്പോൾ അതങ്ങനെ അവസാനിച്ചപ്പോൾ തന്നെ ട്രംപ് ഫോളോ ചെയ്യുന്ന കൺവെൻഷണൽ സ്റ്റൈലിൽ ഒരിക്കലും ഇറാനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് ഇറാൻ ബോധ്യപ്പെടുത്തി കൊടുത്താണ്. പക്ഷേ അത് മനസ്സിലാക്കാതെ വീണ്ടും എന്ത് ചെയ്യാണ്, ഇറാൻ അറ്റാക്ക് ചെയ്യാണ്. ഇറാന് ആണവായുധം വേണമെന്നില്ല, ആണവായുധത്തിൻ്റെ ആവശ്യം ഇറാനില്ല. എല്ലാ ലോകത്തിലുള്ള മിക്ക രാജ്യങ്ങളും സ്തംഭിപ്പിക്കാൻ അവിടെ ഹോർമുസ് സ്ട്രൈറ്റ് ക്ലോസ് ചെയ്താൽ മതി, നമ്മളിപ്പോഴും സേഫാണ്. കാരണം ഹോർമുസ് സ്ട്രൈറ്റ് ക്ലോസ് ചെയ്യുമ്പോഴും അപ്പുറത്ത് റെഡ് സീ എന്ന് പറയുന്നൊരു സീയിലൂടെ കപ്പൽ ഗതാഗതങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയും യൂറോപ്പ് അങ്ങോട്ടുള്ള യൂറോപ്പിലേക്കുള്ള ഗതാഗതങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവിടെ ഇനി ആ ഹൂത്തികളും പാടെ ഇടപെട്ട് ആ റെഡ് സീം പാടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒക്കെ അവസ്ഥ ആലോചിച്ച് എണ്ണ വരില്ല, ചരക്ക് ഗതാഗതം സ്തംഭിക്കും. നമ്മുടെ ആൾറെഡി ഇപ്പോൾ തന്നെ പെട്രോളും ക്രൂഡ് പ്രൈസ് ഹൈക്കായതുകൊണ്ട് 100, 110, 120 റേഞ്ചിലൊക്കെയാണ് നമ്മൾ പെട്രോൾ ഡീസൽ വാങ്ങുന്നത്. എന്നിട്ട് പെട്രോൾ ഡീസൽ കിട്ടുന്നുണ്ടോ, അതേതായാലും നേരെ വന്ന് കിട്ടുന്നില്ല. അതിൽ E20 പെട്രോൾ അടിച്ചിട്ട് ആൾക്കാർ മൂഞ്ചിക്കുന്ന പരിപാടി പണ്ടേ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ ലോകത്തുള്ള രാജ്യങ്ങളും നമ്മുടെ രാജ്യം ഭരിക്കുന്ന കൊള്ളക്കാരും പാടെ നമ്മുടെ സാധാരണക്കാർ ഊറ്റിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഇറാൻ അമേരിക്ക തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഒരു ആകത്തുകയായി വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് അവസാനിക്കുക എന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ഇത് അവസാനിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ട്രംപ് ആ സ്ഥാനത്ത് നിന്ന് മാറി ഒരു പുതിയ ഒരാൾ വരണം. കാരണം ട്രംപിൻ്റെ അതേ നിലവാരത്തിലാവണമെന്നില്ല മറ്റു അമേരിക്കയിലെ മറ്റു പ്രസിഡന്റുമാരോ മറ്റു നേതാക്കന്മാരോ ഡീൽ ചെയ്യുന്നത്. കാരണം നമുക്കൊരു ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് സ്വയം ബുദ്ധിയും വിവരമുള്ള ഒരാളോടല്ലേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നൊരു സമയം പറഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് മാറ്റി പറയുന്ന ഒരാളോട് എങ്ങനെയാണ് ഒരു രാജ്യത്തിന് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുക, മീഡിയേറ്റർ ആവാൻ പറ്റുക? മീഡിയേറ്ററായി നിൽക്കുന്ന രാജ്യത്തിന് ഇവരെ മീഡിയേറ്റർ ആക്കാൻ പറ്റും, ഇവരെ ട്രസ്റ്റഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? എന്ത് ഉറപ്പിലാണ് പറ്റുക? എങ്ങനെയാണ് സാധ്യമാവുക? അന്ന് പാകിസ്ഥാന് മീഡിയേറ്ററായി വന്ന സമയത്ത് സ്വിറ്റ്സർലാൻഡിൽ അരകാച്ച് ഞങ്ങൾ സംസാരത്തിനില്ല എന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞപ്പോൾ ഈ പാകിസ്ഥാനിലെ മീഡിയേറ്ററായി വന്ന ആൾക്ക് പോലും മനസ്സിലായില്ല എന്താ അവിടെ സംഭവിക്കുന്നത്. കാരണം അയാൾ കയ്യും കാലും പിടിച്ചിട്ടാണ് ഈ അമേരിക്കൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിനെയും അതുപോലെ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്ററൊക്കെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയത്. ബട്ട് എന്ത് ചെയ്യുന്നില്ല, നടക്കുന്നില്ല. അപ്പോൾ ഇത് എത്ര കാലം നിലനിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇറാന് ഒരു സിവിലൈസേഷൻ ഉണ്ട്. അവർ വളരെ പെട്ടെന്ന് തോറ്റ് തുന്നം പാടി മാറി നിൽക്കുന്ന ഒരു രാജ്യമേ അല്ല. അവർ അത്യാവശ്യം സൈന്യശക്തിയാണ്. അവരെ സഹായിക്കാൻ ഏത് സമയത്തും റഷ്യ അതുപോലെ
ചൈന അടക്കമുള്ള രാജ്യങ്ങളൊപ്പം ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണിത് പോകാമെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. നമ്മളൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് അവിടെ മിഡിൽ ഈസ്റ്റിൽ പോയി സെറ്റിലാവാൻ ആലോചിക്കുമ്പോൾ അങ്ങോട്ട് പോകാനുള്ള യാതൊരു വകുപ്പും ഈ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. ഏതായാലും അനുഭവിക്കാമെന്നല്ലാതെ വേറെ നിർവാഹമില്ല.